നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 14.5 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത സംഭവത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. മലപ്പുറം സ്വദേശി 39 വയസ്സുള്ള ഷംനാസ്, കട്ടപ്പന സ്വദേശി 37 വയസ്സുള്ള ലിജോ കുര്യൻ എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. പലതവണകളായി അഞ്ചൽ പനച്ചവിള നെടുങ്ങോട്ടുകോണം സ്വദേശി ശരൺലാലിൽ നിന്നും 14.5 ലക്ഷം രൂപയാണ് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വിവിധ അക്കൗണ്ടുകൾ വഴി സംഘം തട്ടിയെടുത്തത്. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 12 പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായവർ. മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചു വരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഇക്കഴിഞ്ഞ 2024 ഡിസംബർ, 2025 ജനുവരി മാസങ്ങളിൽ പരാതിക്കാരന്റെ ഫോണിലേക്ക് വാട്സാപ്പ് വഴി ഹെർട്സ്ബർഗ് ഡയമണ്ട് എന്ന പേരിൽ കമ്പനിയുടെ പേരിൽ ടെൻഡർ അഡ്വൈസർ ജോലി ഒഴിവുണ്ടെന്ന് മെസ്സേജ് വരികയായിരുന്നു. തുടർന്ന് ശരൺലാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് പ്രതികൾ ശരൺലാലിന് ഓൺലൈൻ വഴി ട്രെയിനിങ് നൽകുകയും ചെയ്തു. ശരൺലാലിന്റെ മൊബൈൽ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയും ഓൺലൈൻ വഴി ഡയമണ്ട് വാങ്ങി വിൽപ്പന നടത്താമെന്ന് പറഞ്ഞ് ആദ്യം 10,000 രൂപയോളം വാങ്ങുകയും അതിനുശേഷം ലാഭം സഹിതം 15,000-ഓളം രൂപ തിരികെ നൽകി വിശ്വാസം പിടിച്ചുപറ്റുകയായിരുന്നു. പിന്നീട് കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടത്തുവാൻ വേണ്ടി മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് പലതവണകളായി 14.5 ലക്ഷം രൂപയോളം സംഘം തട്ടിയെടുത്തു. പണം തിരികെ ലഭിക്കാതായതോടെ ശരൺലാൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പണം കൈക്കലാക്കിയ 4ഓളം അക്കൗണ്ടുകൾ പോലീസ് ഇടപെട്ട് മരവിപ്പിക്കുകയും 4 ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയും ചെയ്തു. കോഴിക്കോട് നിന്നുമാണ് ഷംനാസിനെ പിടികൂടിയത്. ലിജോ ജോർജിനെ കട്ടപ്പനയിലെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് സൂചന നൽകുന്നു. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ. അത്